ബി.ജെ.പിയിൽ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ മാറ്റം വരുന്നു. 30ഓളം മണ്ഡലങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: നേമം, കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, തൃശൂർ. പ്രമുഖ സ്ഥാനത്തുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോ തിരഞ്ഞെടുപ്പ് തീരുമ്പോഴും ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക പുതുക്കാറുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടി. സുരേഷ് ഗോപി വിജയിച്ച തൃശൂരിൽ ഗുരുവായൂർ ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലും ബി.ജെ.പിക്കായിരുന്നു ലീഡ്. സ്വാഭാവികമായും ആ 6 മണ്ഡലങ്ങളും ബി.ജെ.പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങൾ ആയി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ആധിപത്യം തുടരാനാകില്ല. എന്നാൽ അന്ന് ലീഡ് നേടാതിരുന്ന ഗുരുവായൂരിലും ബി.ജെ.പിക്ക് ലീഡ് നൽകിയ മണലൂരിലും ഇനി പാർട്ടിയുടെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ഇക്കുറി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പ്രത്യേക നിരീക്ഷണം വേണ്ട മണ്ഡലങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കും എന്നുറപ്പുള്ള 4 മണ്ഡലങ്ങൾ ഇനി പറയാം. ഗുരുവായൂർ, മണലൂർ എന്നിവയ്ക്ക് പുറമെ നവ്യ ഹരിദാസ് മത്സരിച്ച കോഴിക്കോട് നോർത്ത്, അനൂപ് ആന്റണി മത്സരിച്ച തിരുവല്ലയിൽ അനൂപ് ആന്റണി LDFനും UDFനും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. നരേന്ദ്രമോദിയുടെ വരവും വേദിയിൽ വെച്ചുള്ള മോദിയുടെ പ്രശംസയും അനൂപിന്റെ ഇമേജ് കൂട്ടി. സമീപകാലത്ത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ബി.ജെ.പി ഉണ്ടാക്കിയ മുന്നേറ്റവും നവ്യ ഹരിദാസിന്റെ പ്രവർത്തനവും സംസ്ഥാന നേതൃത്വം സവിശേഷമായി പരിഗണിക്കുന്നു. ഒന്നാഞ്ഞു പിടിച്ചാൽ ജയിച്ച് കയറാവുന്ന മണ്ഡലമായി കോഴിക്കോട് നോർത്തിനെ ഇപ്പോൾ ബി.ജെ.പി കണക്കാക്കുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകളിലൂടെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടി എന്നതാണ് ഗുരുവായൂരിന്റെ പ്രത്യേകത. തൽക്കാലം ഗുരുവായൂർ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം തുടരാൻ പാർട്ടി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയേക്കും. സുരേഷ് ഗോപിയുടെ വിജയശില്പി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ മത്സരിച്ച മണലൂർ ആണ് മറ്റൊരു മണ്ഡലം. മുൻമന്ത്രി സി രവീന്ദ്രനാഥിനും ജയിച്ചാൽ മന്ത്രിയാകും എന്നുറപ്പുള്ള TN പ്രതാപനും തമ്മിലുള്ള മത്സരത്തെ ശക്തമായ ത്രികോണ മത്സരമാക്കി മാറ്റിയത് അനീഷ് കുമാർ ആണ്. മണലൂരിനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ ബി.ജെ.പി ഇനി കൂടുതൽ ശ്രദ്ധിക്കും.